ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇന്നും കാമാഖ്യയിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ എനർജി നമുക്ക് ഇങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാമാഖ്യ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആ സ്ഥലത്തിരുന്ന് നിങ്ങൾ എവിടെയാണോ അവിടെയുള്ള ആ ഒരു ഇത് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. അതെല്ലാം ദേവി നിങ്ങൾ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തി തരും. അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു സമയം എന്താണ് ദേവിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിലൂടെ നിങ്ങൾക്ക് എന്താണ് അറിയിക്കുന്നതെന്ന് നോക്കാം. ടെമ്പറൻസ് ആണ്. The Fool, Ten of Wands, the Hanged Man, Knight of Wands, Chariot, Judgment, Four of Cups, Son of Pentacles, Three of Cups. Seven of Cups ന്റെ എനർജിയാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഗൈഡൻസ് മെസ്സേജ് കൂടി എടുക്കാം. അബണ്ടൻസ് ആണ്. ബാലൻസ് വന്നിട്ടുണ്ട്. ഇംപേഷ്യൻസ്. ക്ഷമ വേണം എന്നാണ് പറയണത് കേട്ടോ. നിങ്ങള് ഇപ്പൊ എത്ര വെപ്രാളപ്പെട്ടാലും നമുക്കൊരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിങ് വരാൻ പോണു. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും ചിലപ്പം ശരിക്കും ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ കൃത്യമായിട്ട് നടക്കും എന്നാണ്. അപ്പോൾ ക്ഷമയാണ് ഈ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും വേണ്ടൊരു കാര്യം. അപ്പോൾ ക്ഷമ വേണം എന്നുള്ളതാണ് ദേവി ആദ്യം നിന്ന മെസ്സേജ്. ടെമ്പറൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരു ബാലൻസിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യാം. ഒരു പുതിയ തുടക്കം. ഇവിടെ സണ്ണുണ്ട്. അപ്പോൾ പുതിയ തുടക്കം, പുതിയ പ്രകാശം, പുതിയ പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ആദ്യം കിട്ടിയ മെസ്സേജ്. അപ്പോൾ പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നടക്കണം എന്നില്ല. അതില് നമ്മൾ വിഷമിച്ചിട്ടോ പരാതി പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ ഇപ്പൊ എന്ത് കാര്യമാണോ നിങ്ങളുടെ മുന്നിലുള്ളത് അത് നടന്നോളും. അത് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. 10 of Wands വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഭാരം ചുമക്കുന്ന ആൾക്കാര്, ഇനി എനിക്ക് വയ്യാന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാര്, ഒരടി പോലും നടക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാര്, അവർക്ക് അവരുടെ ആ ഒരു അത്രയും ഒരു കർമ്മം റിലീസ് ആകുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ അത് തീർന്നു എന്നുള്ളതാണ്. 10 of Wands എന്ന് വെച്ചാൽ അത്രയും ആ ഒരു കർമ്മം എല്ലാം നിങ്ങൾക്ക് തീർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോ ഇത് പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് ആകാം, പുതിയ ജോലിയാകാം,
പുതിയ വരുമാന മാർഗമാകാം, സ്പിരിച്വൽ പ്രാക്ടീസും ആകാം. അത് നിങ്ങളിലേക്ക് ഒരു പുതിയത് ദൈവം തന്നെ കൊണ്ടു തരുന്നതാണ്. അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹാങ്ഡ് മാനാണ് വന്നിട്ടുള്ളത്. ഒരു എൻലൈറ്റൻമെന്റിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കൺഫ്യൂഷൻ കാണും. നിങ്ങൾക്ക് ഇപ്പോ പല ആൾക്കാർക്കും പലതരത്തിലുള്ള കൺഫ്യൂഷനാണ്. അപ്പോ ശരിക്കും സ്പിരിച്വൽ ആകുന്തോറും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിന്റെ അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യമായിരിക്കും നിങ്ങൾക്കുള്ളത്. അതാണ് ഈ ടെൻ ഓഫ് വാൻഡ്സ്. കുറെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും തോറും അല്ലെങ്കിൽ ദൈവവുമായിട്ട് കൂടുതൽ അടുക്കും തോറും നമ്മളുടെ ആ ഒരു കർമ്മം പെട്ടെന്ന് റിലീസാവും. അപ്പൊ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകൂട്ടാ. അപ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് മാറിപ്പോകും. അപ്പൊ അങ്ങനത്തെ ഒരു സമയമാണെന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ട്രാവൽ ഉണ്ടായിരിക്കാം ഇന്നത്തെ ദിവസം. നിങ്ങൾ ഇതില് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഒരു സ്റ്റക്കായി നിൽക്കുന്ന, ഒരു പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്റ്റിൽനെസ് എന്ന് പറയും. അപ്പൊ പക്ഷെ അതിൽ നിന്നും കുറെ കാലം കൊണ്ട് ഒരു കാര്യവും എനിക്ക് നടക്കുന്നില്ല, ഞാൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും, എനിക്ക് ഒട്ടും വയ്യ എന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം, ഒരു ഷിഫ്റ്റാണ് വരുന്നത്. അത് ഒരു ചലനം വരുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് സ്വയം തോന്നാം എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഈ ഒരു സമയമുണ്ട് എന്നാണ് കാണുന്നത്. ചാരിയട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു യാത്രയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു യാത്ര ഉണ്ടാകും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ഒരു യാത്രയായിരിക്കും. അങ്ങനെ യാത്ര ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ഇതില് ചില കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നും, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അതൊന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഈ ടെമ്പറൻസും ചാരിയട്ടും പറയുന്നതും ഒന്ന് ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. ഒരു ബാലൻസിന്റെ എനർജിയാണ് ഇന്ന് കൂടുതലും. അത് ചിലപ്പം അത് എവിടെയെല്ലാമോ എത്രയോ കാലം മുന്നേ സ്റ്റോപ്പ് ചെയ്തിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വീണ്ടും നിങ്ങളൊന്ന് ചലിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ ഒരു കർമ്മഫലം നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ കർമ്മഫലം ഈ ഒരു അടുത്ത കാലത്ത് നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിന്റെ ഒരു കർമ്മം, അതിന്റെ ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അത് നിങ്ങൾ ചിലപ്പോ നിങ്ങൾ ജോലി ചെയ്തതിന്റെ കാര്യമാകാം, നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തതിന്റെ ആകാം, നിങ്ങൾ ചെയ്ത ഒരു നല്ല കർമ്മത്തിന്റെ ഫലവുമാകാം. അത് നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ്. ഈ ഒരു ഇന്നത്തെ ദിവസം അതിനൊരു സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത് കേട്ടോ. 4 ഓഫ് കപ്പാണ്. അപ്പോൾ ഇതില് ഒരു നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. നമുക്കില്ലാത്ത കുറെ കാര്യങ്ങളിൽ മാത്രമാണ് ഈ ഒരു സമയം നമ്മൾ ശ്രദ്ധ വെക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഇപ്പൊ ദൈവികമായ ഒരു കാര്യം, ഒരു കൈ നമുക്ക് വരുന്നത്, ഒരു സഹായം വരുന്നത്, ഒരു അനുഗ്രഹം വരുന്നത് നമ്മൾ കാണാൻ കൂട്ടാക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സ്ട്രഗിളിലാണ്. നമുക്ക് എപ്പോഴും ഈ 10 ഓഫ് വാൻഡ്സ് എന്ന് വെച്ചാൽ ഒരു സ്ട്രഗിളിന്റെ കാർഡാണ്. കുറെ കാര്യങ്ങൾ നമ്മളുടെ മനസ്സ് നിറയുണ്ട്. അതൊന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കാനോ മറക്കാനോ ഒന്നും പറ്റാത്ത ആൾക്കാര്, നിങ്ങൾ കിട്ടാത്ത കാര്യത്തെ കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാര്, നിങ്ങൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ഇന്നത്തെ മെസ്സേജിലുണ്ട്. നിങ്ങൾ ഇപ്പം ഞാൻ എന്നും പറയാറുണ്ട്, ഇത് കിട്ടുമ്പോ ഒക്കെ എന്നും പറയാറുണ്ട്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ, നമ്മളുടെ കയ്യിലില്ലാത്ത കാര്യത്തിൽ, ഈ ഒരു സമയം നമുക്കത് കിട്ടുമെന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റണം എന്നാണ്. അപ്പോ അങ്ങനെ നിങ്ങൾ ഫോക്കസ് മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ നിങ്ങള് ഈ ഒരു സമയം നിങ്ങളുടെ ഫോക്കസ് ഒന്ന് മാറ്റേണ്ട ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, വെയിറ്റിംഗ് എനർജി. അപ്പൊ ഇതില് ബോട്ടം എനർജി, ഓവറോൾ എനർജി വന്നതും ഇംപേഷ്യൻസ് ആണ്. 7 ഓഫ് പെന്റക്കിളും ഒരു കുറച്ചൊരു പേഷ്യൻസ് വേണമെന്നാണ് കാണുന്നത്. നിങ്ങളെ കർമ്മം എല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. അതിന്റെ ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ നട്ട വിത്തുകളെല്ലാം മുളച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന്റെ ഫലം എടുക്കാറായി,
അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. ഇത് ഇന്നത്തെ ഒരു മെസ്സേജ് ആയിട്ട് ദേവി നിങ്ങൾക്ക് തന്നത്, കാമാഖ്യ ദേവി നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ ഒന്ന് ക്ഷമയോടെ ഇരിക്കൂ എന്നുള്ളതാണ്. ക്ഷമ വേണം. അപ്പോൾ ക്ഷമയില്ലാതെ വിഷമിക്കുന്ന ആൾക്കാർക്കാണ് ഇത് കൂടുതൽ കണക്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക. 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇന്ന് ആരൊക്കെയോ നിങ്ങൾക്ക് സഹായമായിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ആ ഒരു നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ചില ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ആകുന്ന ചില ആൾക്കാർ, അതൊരു സൗഹൃദത്തിലൂടെ ആകാം, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലൂടെ ആകാം, ഒക്കെ നിങ്ങൾക്ക് സഹായം വരുന്ന ഒരു എനർജിയാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളെ കാണാനോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തൊക്കെയോ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും കാര്യത്തിനുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം അതിലൂടെ കിട്ടുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. പിന്നെ അബണ്ടൻസ് ആണ്, ബാലൻസും വന്നിട്ടുണ്ട്. അപ്പോ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് കടബാധ്യതകളെ കുറിച്ച്. ഇപ്പൊ നമ്മളെപ്പോഴും കടം, എനിക്ക് ഭയങ്കര കടബാധ്യതയാണ് എന്ന് പറയാതിരിക്കുക. കടമുണ്ട് എന്ന് പറയുന്നതിന് പകരം എനിക്ക് അബണ്ടൻസ് കൊണ്ടുവരാൻ പറയണം. എനിക്ക് ശരിക്കും ധനധാന്യ സമൃദ്ധി കൊണ്ടു തന്നതിന് നന്ദി, ധാരാളം പണം എന്നിലേക്ക് വന്നതിന് നന്ദി. അങ്ങനെ പണത്തിന്റെ എനർജിയാണ് നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കാൻ. ഇതില് കുറെ പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രം മതി. നിങ്ങളൊന്ന് പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ഈ കടം എന്നുള്ളതിന് പകരം ധാരാളം പണം വരുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം. അബണ്ടൻസിന്റെ എനർജിയിലേക്ക് നിങ്ങൾ തന്നെ മാറണം എന്നുള്ളതാണ്. പിന്നെ ബാലൻസ് ആണ്. അപ്പം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മളുടെ മുന്നിൽ, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലെല്ലാം ബാലൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് ഈ ടെമ്പറൻസ്, ഒരു ബാലൻസിന്റെ എനർജിയാണ്. അപ്പൊ ഇതും ഒരു ബാലൻസ് തന്നെയാണ് കാണുന്നത്. ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം, നിങ്ങളുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അത് രണ്ടും ഒന്നാണ് എന്നുള്ളൊരു ചിന്ത. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പോകുമെന്നാണ് കാണുന്നത്. അപ്പം അത് നമ്മളുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ചിന്ത, അങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് വരും. ഈ ഓരോ ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും, ചില വ്യക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ചില സാഹചര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വർക്ക് പ്ലേസിലെ കുറെ വ്യക്തികളെ, കുറെ ആൾക്കാരെ നിങ്ങൾക്കൊന്ന് കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏത് തരത്തിലാണ് അവരെ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാ ആൾക്കാരും ഒരുപോലെ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ മുന്നിൽ ഒരുപാട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ദിവസവും മാനേജ് ചെയ്യേണ്ട കുറെ ആൾക്കാർ. അപ്പോൾ അവരെ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ചില കാര്യങ്ങളിൽ തന്ത്രം ഉപയോഗിക്കണം, ചില സ്ഥലങ്ങളിൽ സ്നേഹം ഉപയോഗിക്കണം, ചില സ്ഥലങ്ങളിൽ നമ്മൾ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഇത് ഏതൊക്കെ വ്യക്തികളോടാണ് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ ദിവസം. അപ്പോ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഞാൻ ഈ ഇതിന് ശേഷം ഞാൻ ഒരു വീഡിയോ കൂടി ഷെയർ ചെയ്തേക്കാം. അവിടുത്തെ ഒരു കാമാഖ്യയിലെ ജസ്റ്റ് വിഷ്വൽസ് ഞാൻ ഷെയർ ചെയ്തേക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ദേവി നിങ്ങൾക്ക് തരട്ടെ. ശരിക്കും ശക്തിപീഠം എന്ന് പറയുമ്പോൾ നമുക്ക് ശക്തിയാണ് കേട്ടോ കിട്ടണത്. അത് കാശി പോയി, പക്ഷെ കാശിയുടെ എനർജി എൻ്റർലി ഡിഫറെൻ്റ് ആണ്, വേറൊരു എനർജിയാണ്. കാമാഖിയിലത് വേറൊരു ടൈപ്പ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ പ്രപഞ്ചത്തോട്, ദൈവത്തോട്, എന്നെ ഇവിടെ വിളിച്ച ദേവിയോട്. കാരണം ഒരു മാസം കൊണ്ടാണ് എനിക്ക് കാമാഖിയിൽ വരാൻ പറ്റിയത്.
അത് എൻ്റെ സിസ്റ്റർ ഞാനും കൂടെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർ വരാൻ ഉള്ള ഒരു അനുഗ്രഹം ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ അതിലെ ടൂറ് ഓപ്പറേറ്റ് ചെയ്തത് ശ്രീജിത്താണ്. SCS ലക്ഷറി ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ ആദ്യത്തെ ട്രിപ്പാണ് ഇത്. പക്ഷേ ശ്രീജിത്ത് 50 തവണയൊക്കെ കാശി പോയിട്ടുള്ള ആളാണ്, ഗൈഡാണ്. അവരുടെ പുതിയ സംരംഭമാണ് കേട്ടോ ഇത്. നല്ലതായിരുന്നു, എല്ലാം പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ഒക്കെ പറ്റുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരോടുള്ള ഒപ്പമുള്ള യാത്ര വളരെ കംഫർട്ടബിൾ ആണ്. എന്തായാലും ശ്രീജിത്തിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് അജിത്ത് എന്ന് പറയുന്ന ഒരു സാറാണ് കേട്ടോ. സാറിന് ഒരുപാട് നന്ദി. സാറിന്റെ സബ്സ്ക്രൈബറാണ്. സാറാണ് എനിക്ക് ശ്രീജിത്തിനെ പരിചയപ്പെടുത്തി തന്നത്. സാറിന് ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തില്. എനിക്കിവിടെ അതുകൊണ്ടാണ് ഇപ്പൊ ശ്രീജിത്തിനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് എനിക്ക്, സാറ് പരിചയപ്പെടുത്തി തന്നത് കൊണ്ടാണ് എനിക്ക് കാശി പോകാൻ പറ്റിയത്, ഇവിടെ വരാൻ പറ്റിയത്. അപ്പൊ എല്ലാം ഒരു നിമിത്തമാണ്. അപ്പൊ ആരെങ്കിലും ഒരു തുടക്കം, എങ്ങനെ ഒരു തുടക്കം ഉണ്ടായാലേ അതൊക്കെ പറ്റുള്ളൂ. അപ്പൊ സാറിനെ ഞാൻ ഓർക്കുന്നുണ്ട് ഈ സമയത്ത്. പിന്നെ നാളെയും ഇവിടെ തന്നെ ആയിരിക്കും. നാളെയും ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ വീഡിയോ ഇടാട്ടോ. ഞാൻ ഇന്ന് നമുക്ക് അമ്പലത്തിൽ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ. അവിടുത്തെ ഒരു ഇത് വേറെയാണ്. പക്ഷേ നമ്മള് ബ്രഹ്മപുത്ര നദീരെ തീരത്തൊക്കെ പോവാന്ന് വിചാരിച്ചു. പക്ഷെ എന്തുകൊണ്ടോ ഇരുന്നിരുന്ന് അവിടെ തന്നെ ഇരുന്നു. അപ്പോ അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് അല്ലാത്ത വീഡിയോ മാത്രമേ എടുത്തോളൂ. റീഡിങ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ആ സമയത്തൊക്കെയും നിങ്ങൾക്ക് ആ ഒരു എനർജി കണക്ട് ചെയ്യണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പ്രാർത്ഥന കേട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എല്ലാവരും, കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കമന്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും നാളെയും നിങ്ങള് ഇന്നും നാളെയല്ല, ഇനി ഞാൻ കാളിഘട്ടിലും ദക്ഷിണേശ്വരവും ഒക്കെ പോകണുണ്ട്. പിന്നെ ഇന്നത്തെ നാളത്തെ വീഡിയോയിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. കാരണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരു 100-ൽ കൂടുതൽ മെസ്സേജ്, ഇന്ന് വന്ന മെസ്സേജ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും 100-ൽ കൂടുതൽ, ഒരു 100-500 മെസ്സേജ് ഞാൻ എടുക്കാത്തത് കൊണ്ട് ഒരു 100-ൽ കൂടുതൽ മെസ്സേജ്, ഇന്നത്തെ മെസ്സേജ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോ അങ്ങനെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾ യൂട്യൂബിലാണെങ്കിൽ, എനിക്കത് ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും ഞാനത് ആ മെസ്സേജ് കാണും. ഇത് ഓരോന്ന് എടുത്ത് റിപ്ലൈ തരാം. ഇന്ന് അത്രയും സമയം അവിടെ ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയത് എനിക്ക്. അപ്പോ നാളെയാണ് ഞങ്ങൾക്ക് ശരിക്കും ഇവിടെ കൽക്കത്തയിലേക്ക് പോവുകയാണ്. അപ്പോൾ ചിലപ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് യൂട്യൂബിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ആ കമന്റ് കണ്ടോളാം. അപ്പോൾ എളുപ്പമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അങ്ങനെ കമന്റ് ഇടാട്ട് പറയാൻ പറ്റാത്തവര് നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് ഇട്ടോ. ഞാൻ ഇന്ന് എനിക്ക് അവിടെ ഇരുന്ന് വാട്സപ്പിൽ മെസ്സേജ് നോക്കിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് തന്നെ എല്ലാവർക്കും വീഡിയോയും ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പറ്റിയതൊക്കെ ഞാൻ ചെയ്തു കിട്ടാം. അതെൻ്റെ ഒരു നിയോഗമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.